ധാര് കമലയോ എത്രയായി എന്നെ കണ്ടിട്ട് ഇനി എടി ആയിനിയോ. ഞാൻ എത്ര ദിവസമായി നോക്കുന്നെന്നാ. വല്ലാത്തൊരു എത്ര നേരമായി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ. ആരോടൊന്നും മിണ്ടാനും പറയാനൊന്നുമില്ല. ഒന്നും പറയണ്ട മോളെ, ഈ നരകത്തിലെ മുതലാളി ഇനി എണ്ണയിലിട്ട് പൊരിക്കുന്നേ, മുടീന്റെ ഏഴം കൂടെ നടക്കാൻ പറയുന്നു. എന്താ ശിക്ഷ? അതൊക്കെ എന്ത് പറയാനാ. അപ്പൊ എന്റെ ഒരു ജീവിതം എങ്ങനെയായിന്. ഞാൻ എന്തെല്ലാം അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ആ ഭൂമിയിലുള്ള നമ്മളെ കുടുംബത്തോട് ഭർത്താക്കന്മാരോടൊപ്പമുള്ള ജീവിതം, കുടിയന്മാരോടൊപ്പമുള്ള ജീവിതത്തിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഈ നരകത്തിലെ ജീവിതം. ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. മുടി കൂടെ നടത്തുക, തീ കൂടെ നടത്തുക, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജീവിതത്തിനേക്കാൾ എത്രയോ നല്ലത് ഇവിടുത്തെ ജീവിതം തന്നെയാ. നീ പറഞ്ഞതൊക്കെ ശരിയാ മോളെ. എന്താ പറയണ്ട്, ഭയങ്കര കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ നരകത്തില്. ഇനി എനിക്ക് വേണമെങ്കിൽ ഭൂമിയിലേക്ക് നോക്ക്, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓ അതൊക്കെ ഞാൻ കണ്ട്. അതിനേക്കാൾ എത്രയോ ഭയങ്കര എൻ്റെ അടുത്ത സ്ഥിതി. ആ ചങ്ങായി ഒരൊറ്റ ദിവസം അല്ലാണ്ട് കള്ളും കുടിച്ച് 4 കാൽമല വരിക. അയാളും കൊണ്ട് വരുമ്പോഴത്തേക്ക് മക്കൾക്കും എനിക്കൊക്കെ പള്ളേര ആദ്യ. എന്ത് ചെയ്യാനും ഒരു തരത്തിലും രക്ഷയില്ല. ഓനെന്നെ ഒരൊറ്റ ചവിട്ടോൻ്റെ എവിടേക്ക് ഇട്ട് ചവിട്ടിയത്. ഞാൻ അതോടുകൂടി അവിടെ മറിഞ്ഞു വീണതാ. പിന്നെ ഒന്നും അറിഞ്ഞില്ല. അതാ അപ്പൊ അവിടെ നിൽക്കുന്നു. ഇതാണ് സ്ഥിതി. അതാ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് നോക്ക്. എൻ്റെ പുരയിലത്തെ സ്ഥിതി എന്താ? അതാ ഏത് നേരം ഇതാണ് സ്ഥിതി. ഓന്റെ നായാട്ടാണ്. കണ്ടോണം. കുടിക്കുക, ചീത്തറിയുക, കൂത്താടി നടക്കുക, ഇതന്നെയാ സ്ഥിതി. ഇങ്ങനെ എന്ത് ചെയ്യാനാ? എന്തു തന്നെയായാലും ഈ ഭൂമിയിലെ ഈ കള്ളുടിയന്മാരെ കൂടെയുള്ള ജീവിതത്തിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ നരക ജീവിതം. ആടെ സമാധാനം സ്വസ്ഥതയുണ്ടല്ലോ. മറ്റുള്ള അടിയും കൊള്ളണ്ട. നീ പറഞ്ഞത് എത്രയോ ശരിയാ. ഈ കുടിയന്മാരോടൊപ്പമുള്ള ജീവിതത്തെക്കാൾ എത്രയോ നല്ലതാണ് ഈ നരകത്തിലുള്ള ജീവിതം. മദ്യവും മറ്റ് മയക്കുമരുന്നുകളും ഉപയോഗിച്ച് ഈ മനോഹര തീരത്ത് കിട്ടിയ മനുഷ്യജീവിതം നരകമാക്കാതിരിക്കൂ.